ഫാസ്റ്റ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെല്ലുലാർ ടെക്നോളജി വരായിരുന്നു നോക്കിയത്. ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺ ടെക്നോളജി, പർച്ചേസ് ഓഫ് ടെക്നോളജി, ഗ്യാരണ്ടി, വാറണ്ടി ആൻഡ് ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇൻഫർമാറ്റിക്സ് ഇവയൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മൊബൈൽ ഫോൺ ടെക്നോളജി എന്താണെന്ന് നോക്കാം. മൊബൈൽ അല്ലെങ്കിൽ സെല്ലുലാർ ഫോൺ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പോർട്ടബിൾ ആൻഡ് ഹാൻഡ് ഹെൽഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് മൊബൈൽ എന്ന് പറയുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോകുവാൻ സാധിക്കും, അതുപോലെ തന്നെ കയ്യിൽ ഒതുക്കി പിടിക്കുവാനും സാധിക്കും. നമ്മൾ ഈ മൊബൈലിനെ ഒരു വയർലെസ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നത് വഴി യൂസേഴ്സിന് വോയിസ് കോൾസ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജസ് ഒക്കെ ചെയ്യുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യുവാനും സാധിക്കും. ഒരു സെല്ലുലാർ ടെലിഫോൺ എന്ന് പറയുന്നത് മൊബൈൽ കമ്പ്യൂട്ടർ ഡിവൈസ് അല്ല. എന്നിരുന്നാൽ കൂടിയും ഫയൽസ് ഒക്കെ നമുക്കൊരു വെബ് ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. മൊബൈൽ കമ്പ്യൂട്ടർ ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബാറ്ററീസ് ഉണ്ട്, വീഡിയോ ക്യാമറ, വോയിസ് റെക്കോർഡർ, മ്യൂസിക് പ്ലെയർ, ഇതൊക്കെയാണ് ഒരു മൊബൈൽ കമ്പ്യൂട്ടർ ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. പ്രധാനമായും യൂസേഴ്സിനെ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്നത് 5 ടൈപ്പ് ഓഫ് മൊബൈൽ ടെക്നോളജീസ് ആണ്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് ഫോൺസ്, റീഡേഴ്സ് ആൻഡ് ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് ഡിവൈസ്, ഇവയൊക്കെയാണ് 5 ടൈപ്പ് ഓഫ് മൊബൈൽ ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൊബൈൽ ഫോൺ ടെക്നോളജിയുടെ ഇവല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായും 4 ജനറേഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വണ്ണാണ് 0 ജനറേഷൻ. സെൽഫോൺസ് ഒക്കെ വരുന്നതിന് മുമ്പ് കാറുകളിൽ ഉണ്ടായിരുന്ന റേഡിയോ ടെലിഫോണുകൾ പോലുള്ള പ്രീ സെൽഫോൺ മൊബൈൽ ടെലിഫോണി ടെക്നോളജിയാണ് 0 ജനറേഷനിൽ വരുന്നത്. മോഡേൺ സെല്ലുലാർ മൊബൈൽ ഫോൺസിന് മുൻപുണ്ടായിരുന്നത് മൊബൈൽ റേഡിയോ ടെലിഫോൺ സിസ്റ്റം ആയിരുന്നു. അവയൊക്കെയാണ് ഈ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ. ഈ ജനറേഷനിൽ വന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ജനറേഷനേക്കാളും മൾട്ടിപ്പിൾ സെൽ സൈറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ യൂസർ ട്രാവൽ ചെയ്യുമ്പോൾ സെൽഫോൺ കോൾസൊക്കെ ബ്രേക്ക് ആവാതെ ഒരു സൈറ്റിൽ നിന്നും അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്തു. ഫസ്റ്റ് കൊമേഴ്ഷ്യലി ഓട്ടോമേറ്റഡ് സെല്ലുലാർ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തത് NTT 1979 ജപ്പാനിലാണ്. അടുത്തതാണ് സെക്കൻഡ് ജനറേഷൻ. 1990s സെക്കൻഡ് ജനറേഷൻ മൊബൈൽ ഫോൺ സിസ്റ്റം വന്നത്. ഫസ്റ്റ് ജനറേഷനുമായിട്ട് നോക്കുമ്പം സെക്കൻഡ് ജനറേഷന് വന്ന ഡിഫറൻസ് ഇവിടെ അനലോഗ് ട്രാൻസ്മിഷന് പകരം ഡിജിറ്റൽ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. മൊബൈൽ ഫോൺസ് ഒക്കെ യൂസേജ് കൂടിയത് ഈ ജനറേഷനിലാണ്. അതുപോലെ സെക്കൻഡ് ജനറേഷനിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് SMS ടെക്സ്റ്റ് മെസ്സേജിങ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ജനറേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിജിറ്റൽ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലെസ് ബാറ്ററി പവറെ കൺസ്യൂം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മൊബൈൽ ബാറ്ററീസ് ഒക്കെ കുറേ ടൈം ലാസ്റ്റ് ചെയ്യും. പിന്നെ ഡിജിറ്റൽ കോഡിംഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വോയിസ് ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ ലൈനിലുണ്ടാകുന്ന നോയ്സും ഡിസ്റ്റർബൻസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. ഡിജിറ്റൽ സിഗ്നൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ എൻക്രിപ്ഷൻ ഉണ്ടായതുകൊണ്ട് നമ്മളുടെ ഡേറ്റയും വോയിസ് കോൾസും ഒക്കെ സേഫും സെക്യൂറും ആയിരിക്കും. അടുത്തതാണ് 3G ജനറേഷൻ എന്ന് പറയുന്നത്. 2G ഫോൺസ് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ഡെയിലി ലൈഫ്സിൽ മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഡേറ്റ സർവീസ്, അതായത് ഇൻ്റർനെറ്റ് ആക്സസിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടി വന്ന് അതങ്ങനെ അടുത്ത ജനറേഷനായ 3Gയിലേക്ക് നയിച്ചു. തേർഡ് ജനറേഷൻ വന്ന മെയിൻ ടെക്നോളജിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് സർക്യൂട്ട് സ്വിച്ചിങ് ആയിരുന്നു 2Gയിൽ യൂസ് ചെയ്തത്. അതിന് പകരം 3Gയിൽ പാക്കറ്റ് സ്വിച്ചിങ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഹൈ കണക്ഷൻ സ്പീഡാണ് ഇവിടുത്തെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോർത്ത് ജനറേഷൻ. ഫോർത്ത് ജനറേഷൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3G ടെക്നോളജിയെക്കാളും കുറച്ചുകൂടെ സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റ്, 10 മടങ്ങ് സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നതാണ് 4G ജനറേഷന് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹൈ ക്വാളിറ്റി ഓഡിയോ ആൻഡ് വീഡിയോ സ്ട്രീമിംഗ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വഴി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത്രയുമാണ് ജനറേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് മൊബൈൽ ടെക്നോളജി ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 3 ടൈപ്സ് ആണുള്ളത്: ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് ഫോൺസ്. ഫസ്റ്റ് വണ്ണാണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനെ പോലെ തന്നെ എല്ലാ ക്യാപ്പബിലിറ്റീസും കൂടിയുള്ള ഒരു സ്മാൾ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ നമ്മുടെ സാധാ കമ്പ്യൂട്ടറിനേക്കാളും
കുറച്ചുകൂടെ പോർട്ടബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ, അതായത് നമുക്ക് ഫോൾഡ് ചെയ്തുകൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിനകത്തൊരു ഇൻബിൽറ്റ് ടച്ച് പാഡ് കാണും, കീബോർഡ് ഉണ്ട്, മോണിറ്റർ ഉണ്ട്, സ്പീക്കറൊക്കെ ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ വേറൊരു മോണിറ്റർ യൂസ് ചെയ്യാം, മൗസ് യൂസ് ചെയ്യാം, മറ്റുള്ള പെരിഫറൽസൊക്കെ ഈ ലാപ്ടോപ്പിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഒരു പോർട്ടബിൾ പേഴ്സണൽ കമ്പ്യൂട്ടറാണ്. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് ടച്ച് സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വർക്കിംഗ് ഒക്കെ നടത്തുന്നത്. ഇത് ഓഫർ ചെയ്യുന്നത് പോർട്ടബിലിറ്റിയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺസിനേക്കാളും വലുതാണ്, എന്നാൽ ലാപ്ടോപ്പിനേക്കാളും ചെറുതായിരിക്കും. സ്മാർട്ട് ഫോൺസിലെ പോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ സാധിക്കും, ഇവിടെ വീഡിയോ കോൺഫറൻസ് നടത്താം, ഇമെയിൽസിലൊക്കെ യൂസ് ചെയ്യാം, ബുക്സ് വായിക്കാം, ഗെയിംസ് കളിക്കാം, മൂവീസ് കാണാം, ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഏതിനകത്തുണ്ട്? ടാബ്ലറ്റ്സിനുണ്ട്. ടാബ്ലറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവിനേക്കാളും ഫാസ്റ്ററാണ്, അതുപോലെ തന്നെ മോർ ഡ്യൂറബിൾ ആണ്. അടുത്തതാണ് വൈഫൈ. ഇവിടെ ഇൻബിൽറ്റ് വൈഫൈ ഫെസിലിറ്റി ഉണ്ട്. അടുത്തതാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഹെൽഡ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇതിനകത്ത് നമുക്ക് ഒരു അടുത്തതാണ് സ്മാർട്ട് ഫോണ്. സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് ഹെൽഡ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇതിനകത്ത് ഫോൺ കോളും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് മാത്രമല്ല, ഇതിനപ്പുറം നമുക്ക് ഒരു ടാബ്ലറ്റ്സിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്യുവാനായിട്ടും സാധിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ കാണാം, വീഡിയോസ് കാണാം, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം, എല്ലാ ഫെസിലിറ്റീസും സ്മാർട്ട് ഫോണിനകത്തും ഉണ്ട്. ഇനി പർച്ചേസ് ഓഫ് ടെക്നോളജി എന്താണെന്ന് നോക്കാം. ആദ്യം ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ്സിലോ ഇൻഡസ്ട്രിയിലോ ഒക്കെ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടോ സയൻറ്റിഫിക് നോളജ് യൂസ് ചെയ്യുന്നതിനെ ടെക്നോളജി എന്ന് പറയാം. അതാണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗ്രൂപ്പിലോ ഒരു പ്ലേസിലോ ഒരു ടെക്നോളജി ഒറിജിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മറ്റുള്ള പീപ്പിളിലേക്കും പ്ലേസിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോസസ്സിനെയാണ് ടെക്നോളജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. അടുത്ത ഇനി ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ലൈസൻസിങ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. ഇവിടെ ഒരു പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഓണർ വേറൊരു കമ്പനിക്ക് അയാൾ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി യൂസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നു. ഇത് കൊടുക്കുന്നത് സർട്ടൈൻ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു സർട്ടൈൻ ഏരിയയിലേക്കുമാണ് കൊടുക്കുന്നത്. 2 ടൈപ്പ് ഓഫ് ലൈസൻസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നോളജി യൂസ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി നിൽക്കുന്ന സെയിം ഏരിയയിലുള്ള മറ്റു കമ്പനീസിനായിരിക്കും ഈ ടെക്നോളജി യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് കൊടുക്കുന്നത്. ഇതിനെ നോൺ എക്സ്ക്ലൂസീവ് റൈറ്റ് എന്ന് പറയാം. അടുത്തത് ഈ ലൈസൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള ടെക്നോളജി ട്രാൻസ്ഫർ മെത്തേഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലോവർ കോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ലൈസൻസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് സഫിഷ്യൻറ്റ് നോളജും എക്സ്പീരിയൻസും റെലവൻറ്റ് എക്സ്പെർട്ടൈസും മാനുഫാക്ചറിങ് ബേസ് ഒക്കെ ഉണ്ടായിരിക്കണം ഈ ടെക്നോളജിയുടെ ഇംപ്ലിമെൻറ്റേഷനിൽ. അടുത്തതാണ് സപ്പോർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. ഇവിടെ ടെക്നോളജി ഓണർ ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓരോ സ്റ്റേജിലും ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട്സും പേഴ്സണൽ ട്രെയിനിങ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഈ 2 പാർട്ടീസും തമ്മിലൊരു ക്ലോസർ കോപ്പറേഷൻ ഉണ്ടായിരിക്കും. ഈ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നോളജും സ്കിൽസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും അത് സഹായിക്കുന്നുണ്ട്. ഇതിലൂടെ ട്രാൻസ്ഫർ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നു. അടുത്തതാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബിസിനസ് വെഞ്ചർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള 2ഓ അതിലധികം കമ്പനീസിൻ്റെ ഒരു എഗ്രിമെൻറ്റിനെയാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീസ് തമ്മിൽ ഒരു ലോങ് ടേം കോപ്പറേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സക്സസ്ഫുൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് എല്ലാ പാർട്ടിസിപ്പൻസിനെയും മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ കമ്പനീസ് സെപ്പറേറ്റ് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ടും സാധിക്കും.
അടുത്തതാണ് ഫ്രാഞ്ചൈസിങ്. ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ആണ്. ഇവിടെ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് അവരുടെ ട്രേഡ് മാർക്കും ബിസിനസ് മോഡലും ഒക്കെ യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നതിനെയാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. അതിനാൽ ഈ ബയ്യർ സെല്ലറിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുകയും സെല്ല് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യറിന് കിട്ടുന്നത് ഒരു ഓൾറെഡി മെയ്ഡ് ബ്രാൻഡ് ആയിരിക്കും കിട്ടുന്നത്. അടുത്തതാണ് ബൈബാക്ക് കോൺട്രാക്റ്റ്. ബൈബാക്ക് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രിയും ലാർജ് ഫോറിൻ കമ്പനീസും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് ഫോറിൻ കമ്പനീസ് ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് പകരമായിട്ട് ഈ എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിറ്റിട്ടുണ്ടാവുന്ന പ്രോഫിറ്റ് ഈ കമ്പനീസിന് കൊടുക്കണം. ഇതൊരു ഡെവലപ്പിംഗ് കൺട്രിയെ സംബന്ധിച്ച് വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഹൈടെക് എക്യുപ്മെൻറ്റ് കിട്ടും. അടുത്തത് നമുക്ക് ഗ്യാരണ്ടി എന്താണെന്ന് നോക്കാം. ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ലീഗൽ ടേം ആണ്. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് ഒരു പ്രോമിസ് ആയിട്ടാണ്. അതായത് നമ്മളൊരു ഐറ്റമോ സർവീസോ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി വാലിഡേറ്റ് ചെയ്യുന്നൊരു കമ്മിറ്റ്മെൻ്റ് ആണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ അവർ പറയുന്നു ഇത്ര കാലം ഇത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അടുത്തത് വാറണ്ടി എന്താണെന്ന് നോക്കാം. വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓഫീസ് പർട്ടിക്കുലർ പാർട്ടിക്ക് ഒരു റിട്ടേൺ ഷുവർട്ടി കൊടുക്കുന്നതിനെയാണ് വാറണ്ടി എന്ന് പറയുന്നത്. ഇതൊരു കോൺട്രാക്ച്വൽ പ്രോമിസ് ആണ്. ആരാണോ ഈ പ്രോമിസ് ചെയ്യുന്ന ആൾ അയാളാണ് ഈ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ഇതൊരു ഇൻഷുറൻസ് പോളിസി പോലാണ്. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റോ സർവീസോ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ളൊരു ഉറപ്പാണ് വാറണ്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇൻഫർമാറ്റിക്സ് നോക്കാം. പ്രസൻറ്റ് ഏജിനെയാണ് ഏജ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയായി കൺസിഡർ ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഹ്യൂമൻ ലൈഫിലൊരു സെൻട്രൽ ആസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമാറ്റിക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് എമർജിങ് ഹാർഡ്വെയർ ടെക്നോളജി. ഏതൊരു IT സൊല്യൂഷനെ നോക്കിയാലും സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അവിടെ വളരെ വൈറ്റലായിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഹാർഡ്വെയർ ടെക്നോളജീസും. ഗ്ലോബൽ IT ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നതിനായിട്ട് IT ഇൻഡസ്ട്രി വെൻഡേഴ്സ് ഡ്രോൺസ്, റോബോട്ടിക്സ്, 3D പെയിൻറ്റിങ് ഇവയൊക്കെ യൂസ് ചെയ്യുന്നു. അതിനാൽ ഹാർഡ്വെയർ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് വൈറ്റലാണ്. അടുത്തതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ടൈപ്പാണ്. ഇവിടെ ഡിഫറെൻറ്റ് സർവീസസ്, അതായത് സെർവേഴ്സ്, സ്റ്റോറേജ് ആൻഡ് ആപ്ലിക്കേഷൻ ഇവയൊക്കെ ഇൻ്റർനെറ്റിലൂടെ ഓർഗനൈസേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഡെലിവർ ചെയ്യുന്നു. ഇതിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഓൺ ഡിമാൻഡ് സർവീസാണ്. അടുത്തതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓട്ടോമേഷനാണ്. ഈ ഓട്ടോമേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. കുറേ ഡിവൈസിനെ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനാൽ അവ തമ്മിൽ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുവാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും ഒക്കെ പറ്റും. ഇങ്ങനെ അവിടെ ഒരു ഓട്ടോമേഷൻ നടക്കുന്നു. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മനുഷ്യരെ പോലെ ചിന്തിക്കാനും അവരുടെ ആക്ഷൻസ് ഒക്കെ അനുകരിക്കാനും പ്രോഗ്രാം ചെയ്തിട്ടുള്ള മെഷീൻസിലെ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ സിമുലേഷനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മനുഷ്യരെ പോലെ ചിന്തിക്കുകയും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഏതൊരു മെഷീനെയും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്തത് ഡേറ്റ സെക്യൂരിറ്റി. കമ്പ്യൂട്ടർ സയൻസിലെ ഒരു ട്രെൻഡിങ് ടെക്നോളജിയാണ് ഡേറ്റ സെക്യൂരിറ്റി. IT സർവീസൊക്കെ ഫാസ്റ്റായി വർക്ക് ചെയ്യുന്നത് ഡിജിറ്റൽ ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്താണ്. അതിനോടൊപ്പം തന്നെ ഡേറ്റ സെക്യൂരിറ്റിക്ക് അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.